കർണാടകയിലെ രാഷ്ട്രീയം ഇനിയിപ്പോൾ അല്പം മാറുമെന്ന് തോന്നുന്നു. കാരണം സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിലുള്ള പോരിലേക്ക് മാറുമ്പോൾ കോൺഗ്രസിന് വലിയ പതനമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം BJP-യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ അത് വേറൊരു വഴി കൂടെ കോൺഗ്രസിന് നഷ്ടമാകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കരാറിലാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. 2.5 വർഷത്തിലേക്ക് എത്തുമ്പോൾ സിദ്ധരാമയ്യ മാറുമോ എന്നറിയണം. മാറാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഒരു മോഹമാണ് മുഖ്യമന്ത്രി കസേരയിൽ 5 വർഷം പൂർത്തിയാക്കണമെന്നുള്ളത്. ഈ ആഗ്രഹം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എൻ്റെ അവസാനത്തെ ഊഴമാണിത്, ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാനുള്ള പ്രായം ഞാൻ കഴിഞ്ഞുപോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് എന്നെ നിയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വരികൾക്കിടയിൽ 5 വർഷം തികയ്ക്കണമെന്നൊരു ആഗ്രഹം കിടപ്പുണ്ട്. പക്ഷേ കർണാടകത്തിൽ വിജയത്തിൻ്റെ തേരിൽ കോൺഗ്രസിനെ ആനയിച്ചത് DK ശിവകുമാർ എന്ന് പറയുന്ന ട്രബിൾ ഷൂട്ടറാണ്. കോൺഗ്രസ്സിന് അവിടെ കടുത്ത പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം അതിനെ ഒരു പാർത്ഥസാരഥിയെപ്പോലെ വിശ്വസ്തയോടുകൂടി കടപുഴക്കി എറിഞ്ഞുകൊണ്ട് വിജയഭേരി മുഴക്കിയ ആളാണ് DK ശിവകുമാർ. അപ്പോൾ ഈ DK ശിവകുമാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് 2.5 വർഷം പൂർത്തിയാകും, അതാണല്ലോ 5ൻ്റെ പകുതി എന്ന് പറയുന്നത്, മുതൽ തൻ്റെ ആഗ്രഹം നേരിട്ട് പ്രകടിപ്പിച്ചു. അതുകൂടാതെ തൻ്റെ ജാതി വിഭാഗത്തിൽപ്പെട്ട സന്യാസി വര്യന്മാരിൽ കൂടി ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതൊന്നും ഫലിച്ചില്ല. സിദ്ധാരാമയ്യ കടിച്ചു തൂങ്ങിയ അധികാരത്തിൻ്റെ കസേരയിൽ തന്നെ ഇരിപ്പാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുറിച്ചുള്ള അഴിമതി ആരോപണങ്ങൾ അതിൻ്റെ കൊടുമുടിയിലെത്തിയപ്പോഴും ആ അധികാരസ്ഥാനത്ത് തന്നെ അചഞ്ചലനായിട്ട് അദ്ദേഹം തുടർന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു ദളിത് മുഖമാണ് അദ്ദേഹം. അപ്പോൾ കോൺഗ്രസ്സിനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരാളാണ്. അധികാര കസേരയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് വലിയൊരു കയ്പാണ് കോൺഗ്രസ്സിന് അദ്ദേഹം ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ, മറുവശത്ത് ദളിത മുഖമായതുകൊണ്ട് കർണാടകത്തിൽ വളരെയധികം വോട്ടുകൾ നേടാനുള്ള ഒരു മുഖവും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ DK ശിവകുമാറും സിദ്ധരാമയ്യയും കൂടെ ചേരുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ പ്രബലമായിട്ടുള്ള സമുദായം ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെയൊക്കെ വോട്ടുകൾ വളരെയധികം നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ BJP-യുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഹിജാബ് സമരത്തിൽ മുസ്ലിങ്ങളെടുത്ത നിലപാടിനെ എതിർത്തപ്പോൾ അതിനെ അനുകൂലിച്ചവരാണ് ഇവർ, ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് ഭരണഘടനാ ബാഹ്യമായിട്ട് തന്നെ സംവരണം ഏർപ്പെടുത്താനുള്ള ശ്രമം അത് സുപ്രീം കോടതിയിൽ പാഴായിപ്പോയെങ്കിലും അതിനൊക്കെ അപ്പം മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ദളിത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ, ഈ 2 ഘടകങ്ങളാണ് വിജയത്തിലേക്ക് ഇവരെ നയിച്ചതും BJP-യെ തോൽവിയിലേക്ക് നയിച്ചതും. BJP-ക്ക് വൻ സ്വാധീനമുണ്ടായിരുന്ന ഹാസൻ പോലുള്ള ജില്ലകളിൽ ആ മുസ്ലിങ്ങളുടെ പ്രാബല്യം കൊണ്ടാണ്, അവരുടെ ഡെമോഗ്രഫി കൊണ്ടാണ് ഇവർക്ക് ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവർ 2 പേരും കൂടി ചേരുമ്പോഴാണ് പാർത്ഥസാരഥിയാവുന്നത്, കൃഷ്ണനും അർജുനനും പോലെ. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്കിപ്പോൾ മുഖ്യമന്ത്രി ആർക്ക്, DK ശിവകുമാറിന്. പല തന്ത്രങ്ങളും പയറ്റി, പല ട്രബിൾ ഷൂട്ടുകളും നടത്തി കോൺഗ്രസിനെ അദ്ദേഹം വിജയത്തിലേക്ക് നയിച്ചുവെങ്കിലും സ്വന്തം കസേര ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം മുൻ KPCC കർണാടക PCC പ്രസിഡൻ്റായിരുന്ന പരമേശ്വരിക്ക് കൂടി മുഖ്യമന്ത്രി കസേരയിൽ ഒന്നിരുന്നാമെന്നുള്ള മോഹമുണ്ട്. അപ്പോൾ സ്ഥിതി അവിടെ കേരളത്തിനേക്കാൾ വളരെ വഷളായിട്ട് വരികയാണ്. അതുപോലെ തന്നെ 2013 പ്രബല സമുദായങ്ങളായിട്ടുള്ള ലിംഗായത്ത്, ലൊക്കലിഗ വിഭാഗങ്ങളുടെ കടുത്ത എതിർപ്പിനിടയിൽ ജാതി സെൻസസ് വേണമെന്നുള്ള സിദ്ധാരാമയ്യയുടെ ആഗ്രഹം തള്ളപ്പെട്ടു. കർണാടകത്തിൽ ജാതി സെൻസസ് വേണമെന്ന് വളരെ കടുത്ത ആഗ്രഹമുള്ള ഒരാളായിരുന്നു സിദ്ധരാമയ്യ. അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയൊന്നുമല്ല, പൂർണ്ണമായും ദളിത പക്ഷക്കാരനാണ്. ഈശ്വരനൊന്നുമില്ല, ഈശ്വരനും ഒക്കെ ഉണ്ടെങ്കിൽ ദളിത സമുദായങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിച്ച, ജാതിയുടെ പേരിൽ ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഏൽക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനിലോ അമ്പലത്തിലോ ഒന്നും വിശ്വാസമില്ലാതെ ശക്തമായിട്ട് ഈ ജാതി സെൻസസ് നടത്തി ഓരോ ജാതിയുടെയും സമൂഹത്തിലെ ശ്രേണി ബന്ധം എങ്ങനെയാണെന്നുള്ളത് അറിയാനുള്ള തീവ്രമായ ശ്രമം നടത്താനുള്ള ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ വൊക്കലിഗ, ലിംഗായത്ത്, അവിടുത്തെ പ്രമുഖമായ സമുദായം
കേരളത്തിലെ നായർ ഈഴവർ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ സമർത്ഥമായിട്ട് അതിനെ പൊളിച്ച് കൈ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഒരു അഴിമതി കേസിൽ അദ്ദേഹം പ്രതിയാണ്. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനത്തിൻ്റെ കസേരയുടെ കാലുകളുടെ ഉറപ്പ് ഇല്ലാതാക്കുന്നുണ്ട്, ദുർബലമാക്കുന്നുണ്ട്. അപ്പോൾ DK ശിവകുമാറിന് ഇതൊരു അവസരം തന്നെയാണ്. പക്ഷേ തീരുമാനം വരേണ്ടത് നമ്മൾ പറയുന്നത് പോലെ തന്നെ എവിടെ നിന്നാണ് വരേണ്ടത്? ഹൈക്കമാൻഡിൽ നിന്നാണ്. ഹൈക്കമാൻഡിലെ കർണാടകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേരളത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ KC വേണുഗോപാൽ പറയുന്നത് പോലെ തീർച്ചയായിട്ടും പറയേണ്ടത് AICC പ്രസിഡൻ്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമല്ല. സിദ്ധരാമയ്യയുടെ കടുത്ത ശത്രുവാണ് അദ്ദേഹം. കാരണം എന്തെന്ന് വെച്ചാൽ കർണാടകത്തിൽ അദ്ദേഹത്തിന് വളരുന്നത് എന്നും തടസ്സമായിട്ട് നിന്നിട്ടുള്ള മറ്റൊരു ദളിത നേതാവാണ് സിദ്ധരാമയ്യ. എന്നതുകൊണ്ട് വ്യക്തിപരമായിട്ട് അവർ തമ്മിൽ കാലുഷ്യമുണ്ട്. എങ്കിലും അദ്ദേഹം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നുമില്ല. ഇതാണ് ഒരു സ്ഥിതി. അതുകൊണ്ടാണ് സ്റ്റാറ്റസ് കോ തുടരണമെന്ന് ഹൈക്കമാൻഡ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കടന്നൽക്കൂട്ടിൽ കല്ലെടുത്തെറിഞ്ഞതുപോലെയുള്ള ഒരു പ്രശ്നമാണ്. ഈ വൊക്കലിക ലിംഗായത്ത് സമുദായങ്ങളെ അത് വളരെയധികം സന്തുഷ്ടരാക്കുമെങ്കിലും അതേസമയം ദലിത് മുസ്ലിം സമുദായങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ജയിച്ചില്ലെങ്കിലും തങ്ങൾക്ക് വേണ്ടി അധികമായി സംവരണം ഏർപ്പെടുത്താൻ തയ്യാറായ ഒരു നേതാവാണ് പോകുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെയും ദലിതരുടെയും വിശ്വസ്തത തീർച്ചയായിട്ടും സിദ്ധരാമയ്യയുടെ. അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവരൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ. അതന്നെ, കരാറുകൾ പലപ്പോഴും അബദ്ധം ഉണ്ടാക്കുന്നതാണ്. എന്തെന്നറിയോ, ഇത് എഴുതപ്പെട്ട ഒരു കരാറല്ല, അലിഖിത നിയമമാണ്. അതെ, അലിഖിതമായിട്ട് പറയപ്പെട്ട വാമൊഴിയായിട്ട് മാത്രം പറയും, വരമൊഴിയായിട്ടില്ലത്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അതുതന്നെയാണ് കോൺഗ്രസും, അതുതന്നെ കേരളത്തിൽ നമ്മൾ നോക്കിയാലും കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നവും പാർട്ടി പാളയം വിട്ടിട്ട് UDF പാളയം വിട്ടിട്ട് കേരള കോൺഗ്രസ് പോകാനുള്ള കാരണവും അതുതന്നെയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് 2.5 വർഷം, നിങ്ങൾക്ക് 2.5 വർഷം എന്ന് പറഞ്ഞാണ് കേരള കോൺഗ്രസ് അധികാരത്തിലേറിയത്. 3 വർഷം കഴിഞ്ഞ് 4 വർഷമായിട്ടും അവർ ആ കസേരയിൽ നിന്ന് എണീക്കുന്നില്ല. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല വന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ആ പ്രസിഡന്റ് സ്ഥാനവും മാറാതെ നേരെ UDF പാളയത്തിലേക്ക് പോവുകയായിരുന്നു ജോസ് കെ മാണി. LDF പാളയത്തിൽ LDF പാളയത്തിലേക്ക് പോവുകയായിരുന്നു ജോസ് കെ മാണി. അപ്പോൾ ഇത് എഴുതപ്പെടാത്ത ഇങ്ങനെയുള്ള എഗ്രിമെന്റ് ഇവിടെ ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ട് മാറാതിരിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അവിടെയും അത് തന്നെയാണ് നടന്നത്. അപ്പോൾ ഈ വാക്കാലുള്ള എന്നാലും പാഠം പഠിക്കുന്നില്ല. പിന്നെയും ഈ വാക്കാലുള്ള എഗ്രിമെന്റുകൾ മാത്രമേ വരുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇത് എഴുതപ്പെടാൻ ഈ 2 കൂട്ടരും ആ സമയത്ത് ഇനി വരാനുള്ള ആൾ സമ്മതിക്കുമെന്നെങ്കിലും പദവിയിലേക്ക് പോകുന്ന ആൾ സമ്മതിക്കത്തില്ല. കാരണം 2.5 വർഷത്തെ മുഖ്യമന്ത്രി പറയുമ്പോൾ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത വളരെ കുറയാനുള്ള. ഈ സിദ്ധരാമയ്യ ജനക്കൂട്ടത്തെ സ്വാധീനിക്കാൻ വളരെ സമർത്ഥനാണ് എന്നാ തോന്നുന്നു, അല്ലേ? അതെ, നല്ല സ്വാധീനം, നല്ല ആജ്ഞാശക്തിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണത്. നല്ല ആജ്ഞാശക്തിയുള്ള വ്യക്തിയാണ്. നമുക്കിപ്പോൾ അറിയാം, അർജുൻ മരിച്ച സംഭവമില്ലേ? അർജുൻ മരിച്ച സംഭവത്തിൽ ആൾക്കാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം വളരെ തൻ്റെ അടുത്തോടും വളരെ ദാർഢ്യത്തോടും കൂടി 2 വാക്ക് പറഞ്ഞ് അവരെ പത്രക്കാരെ ഉൾപ്പെടെ അവിടെ കൂടിയ ആൾക്കാരെ എല്ലാം അവർ ഗംഗാബാരി പുഴയുടെ തീരത്ത് വെച്ച് തന്നെ, മഴ നനഞ്ഞാൽ അദ്ദേഹം വന്നു, നല്ല മഴയുണ്ട് ആ സമയം, അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഒതുക്കി നിർത്തി. അവരെല്ലാം ഒതുക്കാനുള്ള, അടിച്ചിരുത്താനുള്ളൊരു പാഠമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അല്ലാതെ ഒരു ദുർബലനായ ദലിതനല്ല അദ്ദേഹം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. DK ശിവകുമാറിന് പണമുണ്ട്. ട്രബിൾ ഷൂട്ടിങ്ങിന് അത് പ്രധാനമായിട്ടുമുള്ള ടൂൾ ഈ പണം തന്നെയാണ്. മറ്റത് പണമില്ല, പക്ഷേ ആജ്ഞാശക്തി ഉണ്ട് അദ്ദേഹത്തിന്, അതുപോലെ ഇച്ഛാശക്തിയുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.